ഇന്ന് നമ്മളിൽ പലരെയും ശാരീരികമായും മാനസികമായൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാതിരിക്കുമ്പോഴൊന്നും നമ്മൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല. പിന്നീട് ശരീരഭാരം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു അസുഖമാണ് ഈ ഒബേസിറ്റി. എള്ളെണ്ണ ദിവസവും രാവിലെ 1 ടീസ്പൂണ് കുടിക്കുന്നത് നല്ലതാണ്. പെട്ടെന്നൊന്നും വെയിറ്റ് കുറയില്ല എങ്കിലും അത് ദിവസം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് തേനും വെള്ളവും സമാസമം ചേർത്തിട്ട് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1 ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ. ഒബേസിറ്റി അഥവാ അമിതഭാരം ഇന്ന് നമ്മളിൽ പലരെയും ശാരീരികമായും മാനസികമായൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാതിരിക്കുമ്പോഴൊന്നും നമ്മൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല. പിന്നീട് ശരീരഭാരം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു അസുഖമാണ് ഈ ഒബേസിറ്റി. കാരണം അത് പിന്നീട് പല അസുഖങ്ങളിലേക്ക് നയിക്കുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതഭാരം ഉണ്ടാവുന്നതെന്ന് നോക്കാം. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യം, ഹെറിഡിറ്ററി. ചില ആളുകളിൽ പാരമ്പര്യമായിട്ട് നമ്മൾ തടി കാണാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാരണമാണ് ഫുഡ് ഹാബിറ്റ്സ്. അതായത് നമ്മൾ കൂടുതലായിട്ടും ഈ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ചില ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു തടി വയ്ക്കുന്നത് കാണാറുണ്ട്. അതുപോലെ ചില അസുഖങ്ങളുള്ള ആളുകളിൽ, അതായത് PCOD, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ PCOD, അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകളിൽ നമ്മളിങ്ങനെ പെട്ടെന്നുള്ളൊരു തടി വയ്ക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളുകളിൽ, അതായത് സ്റ്റിറോയിഡ്സ് പോലെയുള്ള മെഡിസിൻസൊക്കെ കൂടുതൽ കാലങ്ങൾ എടുക്കുകയാണെങ്കിൽ അവരെല്ലാം ഇങ്ങനെ തടി വയ്ക്കുന്നത് കണ്ടുവരാറുണ്ട്. പിന്നുള്ളൊരു കാരണം എന്ന് പറയുന്നതാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചില സ്ത്രീകൾ തടി വയ്ക്കുന്നത്. അതുപോലെ തന്നെ വ്യായാമക്കുറവും ഉറക്കമില്ലായ്മയും ഒക്കെ ഇങ്ങനെയുള്ളൊരു പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതഭാരം ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണമാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരാൾ ഒബീസ് ആണോ അല്ലെങ്കിൽ ഒരാൾ അണ്ടർ വെയ്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്നത് BMIയുടെ അടിസ്ഥാനത്തിലാണ്. BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ആണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരാളുടെ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ഇൻ മീറ്റർ ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നോർമൽ എന്ന് പറയുന്നത് 18 മുതൽ 25 വരെയാണ്. 25ന് മുകളിലാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഓവർ വെയ്റ്റ് ആണെന്ന് നമ്മൾ പറയും. അതിൽ 18 കുറവാണെങ്കിൽ അണ്ടർ വെയ്റ്റ് ആണെന്ന് നമ്മൾ പറയും. അതുപോലെ നമുക്കറിയാം ഒരാളുടെ വെയ്റ്റും ഹൈറ്റും പരസ്പരം ഡിപ്പെൻഡഡ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 170 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട വെയ്റ്റ് എന്ന് പറയുന്നത് 68 കിലോഗ്രാമിനും 72 കിലോഗ്രാമിനും ഇടയിലായിരിക്കണം. അതൊരു 78 കിലോഗ്രാമിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ ഓവർ വെയ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഹൈറ്റും വെയ്റ്റും എപ്പോഴും റിലേറ്റഡ് ആണ്. ഇങ്ങനെ ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാൽന്യൂട്രീഷനൊക്കെ കുറച്ചിട്ട് ഒരു ഹെൽത്തി ബോഡി, നമുക്ക് ഫിറ്റായിട്ടുള്ളൊരു ബോഡി നമുക്ക് കീപ്പ് ചെയ്ത് പോവാൻ പറ്റും. അപ്പോൾ എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നോക്കാം. നമുക്കറിയാം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, എന്നിട്ട് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ് ഒക്കെയാണ്. ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നോർമലായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കണം. അതുപോലെ വെജിറ്റബിൾസ് കൂടുതലായിട്ടും ഇലക്കറികളും അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ബാർലി, അതുപോലെ തന്നെ റാഗി, ഇവയൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളായ ബേക്കറി ഐറ്റംസ്, അതുപോലെ മൈദ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതുപോലെ ആഡഡ് ഷുഗേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, കേക്ക്, പേസ്ട്രീസ്, ഡെസേർട്സ്, ഇവയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഒരു വ്യക്തി പറയുകയാണ് നമ്മൾ എന്ത് കഴിച്ചാലും തടിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കാൻ നോക്കുകയാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പട്ടിണി കിടക്കുന്ന സമയത്ത് നമുക്ക് വേറെ പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുക.
അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുന്ന ആൾ എന്നും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണമെന്ന് ചോദിക്കും. വേണ്ട. അവരുടെ വെയിറ്റ് ഒരു ഐഡിയൽ വെയിറ്റ്, അതായത് ഒരു നോർമൽ വെയിറ്റിലോട്ട് അവർ വരികയാണെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടമുള്ള അളവിൽ കഴിക്കരുത്, കുറച്ച് ചെറിയൊരു എമൗണ്ടിൽ അവർക്ക് കഴിക്കാവുന്നതാണ്. നമ്മൾ വലിയ ആളുകളിൽ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമൊക്കെ കാണുന്നത് പോലെ തന്നെ നമ്മളിപ്പം കുട്ടികളിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനുള്ള കാരണം അവർ കൂടുതലായിട്ട് ബേക്കറി ഐറ്റംസ് അതുപോലെ ജങ്ക് ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ അവരിൽ ഉറക്കമില്ലായ്മ, കോൺസെൻട്രേഷൻ കുറയുക, മടി പിടിച്ചിരിക്കുക, അതുപോലെ പഠനത്തിലൊക്കെ പിന്നോക്കാവസ്ഥ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുക, രോഗപ്രതിരോധ ശേഷി കുറവായിട്ട് കാണുക, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. നമ്മൾ അധികവും നമുക്ക് ഈ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആയിട്ടാണ് നമ്മളിൽ പലരും അതിനെ കാണുന്നത്. എന്നാൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് ചില അസുഖങ്ങളിലേക്കൊക്കെ മാറാറുണ്ട്. അതായത് നമുക്കറിയാം കൂടുതൽ നമ്മൾ തടിയുള്ള ആളുകളിൽ ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് കാണാറുണ്ട്, അതുപോലെ തന്നെ കിഡ്നിയുടെ ഫങ്ഷന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിക്കും, സ്റ്റോൺ കാണാറുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ. അതുപോലെ തന്നെയാണ് ഈ ഹാർട്ട് ഫെയിലിയേഴ്സ്, അറ്റാക്ക്, സ്ട്രോക്ക്, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ ഫ്രൈഡ് ഫുഡുകൾ, അതുപോലെ ഓയിലി ഫുഡ്സ്, പിന്നെ ഓരോ ഓയിലിൽ തന്നെ പലതവണ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണങ്ങൾ, ഐസ്ക്രീംസ്, അതുപോലെ പേസ്ട്രീസ്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കാരണം ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂടാൻ കാരണമാവുന്നു. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യായാമം ചെയ്യുന്നത്. വ്യായാമം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു അമിത ഭാരമുള്ളൊരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഒന്നും വ്യായാമം ചെയ്യാൻ നിൽക്കരുത്. പതുക്കെ സമയം കൂട്ടി വേണം വ്യായാമം ചെയ്യാൻ. അതായത് ആദ്യം ചെയ്യുന്ന ദിവസം ഒരു 20 മിനിറ്റ് ചെയ്യുക, പിന്നീട് അടുത്ത ദിവസം ഒരു അരമണിക്കൂറാക്കുക. അങ്ങനെ സമയം കൂട്ടി വേണം വ്യായാമം ചെയ്യുന്നത്. അതുപോലെ വേറെ എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം, അതായത് ഈ റുമറ്റോയിഡ് കണ്ടീഷൻ, ആർത്രൈറ്റിക് കണ്ടീഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രം. അതുപോലെ ഒരു വ്യായാമം ചെയ്യാൻ തുടങ്ങുന്ന ഒരു വ്യക്തി എപ്പോഴും ഒരു ECG ഒക്കെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. കൂടുതലായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഗ്രെയിൻസ് എന്ന് പറയുമ്പം വീറ്റ്, അതുപോലെ തന്നെ ബാർലി, റാഗി, ഇവയൊക്കെ കൂടുതലായിട്ടും കഴിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഭക്ഷണം കഴിച്ച പാടെ വെള്ളം കുടിക്കുന്നത് നല്ലൊരു ശീലമല്ല. ഭക്ഷണം കഴിച്ചിട്ടൊരു 45 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. ഒരു 8 മുതൽ 10 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അമിത ഭാരം അല്ലെങ്കിൽ അമിതവണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാവുന്ന എള്ളെണ്ണ ദിവസവും രാവിലെ 1 ടീസ്പൂണ് കുടിക്കുന്നത് നല്ലതാണ്. പെട്ടെന്നൊന്നും വെയിറ്റ് കുറയില്ല, എങ്കിലും അത് ദിവസം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് തേനും വെള്ളവും സമാസമം ചേർത്തിട്ട് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ വേണം, അതുപോലെ തന്നെ വ്യായാമവും ചെയ്യണം. അല്ലാണ്ട് ഇത് മാത്രം ചെയ്തിട്ട് വെയിറ്റ് കുറയുക എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ ഇതോടൊപ്പം തന്നെ വ്യായാമവും ചെയ്യുക, ഭക്ഷണത്തിലൊരു ക്രമീകരണവും ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒബേസിറ്റി കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കംപ്ലയിൻസൊക്കെ ആയിട്ട് ഒരു പേഷ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് പറ്റിയൊരു ഡയറ്റ് ചാർട്ട് നൽകാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആയുർവേദിക് മെഡിക്കേഷൻസ് വേണമെങ്കിൽ അതും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.